ലേറ്റ് പീരിയഡ്സും പ്രഗ്നൻസിയാണോ? ഒരു മാസം പീരിയഡ്സ് വൈകി അത് പ്രഗ്നൻസി അല്ല, അത് എനിക്ക് PCOD ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വലിയ ബോഡി ഇഷ്യൂസ് ഉണ്ടോ എന്ന് നിങ്ങൾക്കൊരു പേടിയുണ്ടെങ്കിൽ ഇനി പേടിക്കേണ്ട ആവശ്യമില്ല. ഈ വീഡിയോയിൽ ഞാൻ വളരെ കൃത്യമായിട്ട് പറയാൻ പോകുന്നത് ആർത്തവം വൈകുന്നതിനെ കുറിച്ചുള്ള കാരണങ്ങളാണ്. ഞാൻ ഡോക്ടർ ഫാത്തിമ തഷ്ഫിന ഫ്രം ഡോക്ടർ ഹിബാസ് അരോവിയാസ് ക്ലിനിക്, പെരിന്തൽമണ്ണ. സ്ത്രീകൾ വളരെ സാധാരണമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ഡോക്ടറെ എൻ്റെ പീരിയഡ്സ് ലേറ്റാണ്. പക്ഷേ ഇതൊരിക്കലും അവഗണിക്കേണ്ട ഒരു കാര്യമല്ല. നിങ്ങൾക്ക് പീരിയഡ്സ് ഒരു 3 മാസം ലേറ്റ് ആണെങ്കിൽ തീർച്ചയായും ഒരു മെഡിക്കൽ അറ്റൻഷൻ വേണ്ട ഒരു കാര്യമാണ് ഇത്. ഇത് നിങ്ങൾക്ക് ഭാവിയിൽ എന്തെങ്കിലും പ്രോബ്ലംസിലേക്ക് നയിക്കാം. നിങ്ങൾക്ക് ഹോർമോണൽ ഇഷ്യൂസ് അല്ലെങ്കിൽ വന്ധ്യത പോലെയുള്ള കാര്യങ്ങളിലേക്ക് ഈ ലേറ്റ് പീരിയഡ്സ് നയിക്കാം. അതുകൊണ്ട് തീർച്ചയായും പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കാണിക്കേണ്ട ആവശ്യമുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് പീരിയഡ്സ് എന്തുകൊണ്ടാണ് ലേറ്റ് ആവുന്നത്, അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചാണ്. തീർച്ചയായും ഒന്നാമത്തെയും പ്രധാനപ്പെട്ട കാര്യവും പ്രഗ്നൻസി തന്നെയാണ്. ഒരു അൺപ്രൊട്ടക്റ്റഡ് സെക്സിൽ ഏർപ്പെട്ട ഒരു സ്ത്രീ അവൾക്ക് പീരിയഡ്സ് വൈകുകയാണെങ്കിൽ തീർച്ചയായും ആദ്യം സംശയിക്കേണ്ടത് പ്രഗ്നൻസി തന്നെയാണ്. പീരിയഡ്സ് മിസ്സായതിൻ്റെ 1-2 ആഴ്ചകൾക്ക് ശേഷം പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം ഹോർമോണൽ ഇംബാലൻസ് ആണ്. പൊതുവെ ഈ കാലഘട്ടത്തിൽ മിക്ക സ്ത്രീകളിലും കാണുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഹോർമോണൽ ഇംബാലൻസ്. നമ്മൾ ആർത്തവ ചക്രത്തെ പൂർണ്ണമായി നിയന്ത്രിക്കുന്നത് ഹോർമോൺസുകളാണ്. ബ്രെയിൻ, യൂട്രസ്, ഓവറി എന്നീ 3 അവയവങ്ങളിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണൽ കോർഡിനേഷൻ കൊണ്ടാണ് പീരിയഡ്സ് കൃത്യമായി വരുന്നത്. ഇവയിൽ എന്തെങ്കിലും ചെറിയ ഇംബാലൻസ് വന്നാൽ പീരിയഡ്സ് ലേറ്റ് ആയിട്ടാണ് വരുന്നത്. ഈ കാലഘട്ടത്തിൽ വളരെ സാധാരണമായിട്ട് വരുന്ന ഒന്നാണ് ഹോർമോണൽ ഇംബാലൻസ്. വളരെ സാധാരണമായിട്ട് വരുന്ന അസുഖങ്ങളാണ് PCOD, തൈറോയിഡ് ഇഷ്യൂസ്, അല്ലെങ്കിൽ ശരീരത്തിൽ കാണുന്ന പ്രൊലാക്റ്റിൻ ഹോർമോൺസിൻ്റെ അമിതമായ പ്രൊഡക്ഷൻ. ഇവയൊക്കെയാണ് സാധാരണമായിട്ട് ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടുവരുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ ഇത്രയും കൂടുതൽ ഹോർമോണൽ ഇംബാലൻസ് വരുന്നതെന്ന് ചോദിക്കാം. കാരണം നമ്മുടെ മോഡേൺ ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുക, മതിയായി എക്സസൈസ് ചെയ്യാതിരിക്കുക, ജോലിയിലും മറ്റും കാണുന്ന അമിതമായ സമ്മർദ്ദം. എന്തായാലും മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അമിതമായ സമ്മർദ്ദം തന്നെയാണ്, സ്ട്രെസ്സാണ്. ഈ കാലഘട്ടത്തിൽ എല്ലാവരും വളരെ സ്ട്രെസ്ഫുള്ളായ ലൈഫാണ് നമുക്കുള്ളത്. അത് പേഴ്സണൽ കാര്യങ്ങളാവാം, ഫാമിലിയിലുള്ള ഇഷ്യൂസ് ആകാം, അല്ലെങ്കിൽ ജോലിയിലുള്ള അമിതമായ സമ്മർദ്ദമാവാം. ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ അധികമായി ജോലി ഷിഫ്റ്റ് എടുക്കേണ്ടി വരുന്നു. ഈ കാരണം കൊണ്ടെല്ലാം നമ്മൾ ഹോർമോൺസിന് ഇംബാലൻസ് വരാം, അണ്ടോൽപാദനം വൈകാം. അതുകൊണ്ട് തന്നെ പീരിയഡ്സ് വൈകുന്നതിനും ഒരു കാരണമായിട്ടുണ്ട്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടാവുന്ന ഒരു വെയിറ്റ് കൂടുതൽ അല്ലെങ്കിൽ വെയിറ്റ് കുറവ്. ചില സ്ത്രീകൾ എന്ത് ചെയ്യും, അവരുടെ ജിമ്മിലും മറ്റുമെല്ലാം പോയിട്ട് അധികമായിട്ട് അവർക്കുള്ള സമയത്തിനേക്കാൾ കൂടുതൽ എക്സസൈസ് ചെയ്യും. അതുപോലെ ഒരു പ്രോപ്പർ ഗൈഡൻസ് ഇല്ലാതെ അവർ ഡയറ്റ് കാര്യങ്ങളൊക്കെ നോക്കും. ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ട അതിനേക്കാൾ കൂടുതൽ വെയിറ്റ് കുറയും. ഈ സമയത്തും നമ്മൾ ഹോർമോൺസ് കൃത്യമായി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ഈസ്ട്രജൻ പോലെയുള്ള ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പീരിയഡ്സ് ലേറ്റ് ആകുന്നതിലേക്ക് നയിക്കും. ഇനി PCOD പോലെയുള്ള അസുഖങ്ങളിൽ എന്ത് ചെയ്യും, വെയിറ്റ് കൂടും. പെട്ടെന്നുള്ള പൊണ്ണത്തടി, വെയിറ്റ് കൂടുന്ന സമയത്ത് ഇതുപോലെ ഹോർമോൺസ് കൃത്യമായി പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയാതെ അവരുടെ പീരിയഡ്സ് ലേറ്റ് ആവും. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ചില മരുന്നുകളുടെ ഉപയോഗം. ആൻറ്റിസൈക്കോട്ടിക്സ് ഡ്രഗ്സ് പോലെയുള്ള അത് സ്ഥിരമായി കഴിക്കുന്നവരിൽ ഹോർമോൺ ഇംബാലൻസ് വരാം. ഇനി തുടർച്ചയായി എമർജൻസി കോൺട്രാസെപ്റ്റീവ് പിൽസ് ഉപയോഗിക്കുന്നവരിലും ഈ ഹോർമോൺസിൽ ഇംബാലൻസ് വന്ന് അവർക്ക് പീരിയഡ്സ് ലേറ്റ് ആവാം. പീരിയഡ്സ് ലേറ്റ് ആവുന്നത് വളരെ സാധാരണമായിട്ട് കാണുന്ന ചിലരുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് പീരിയഡ്സ് ആയ ഒരു ഹോർമോണൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായി ഒരു 18 വയസ്സ് വരെ പീരിയഡ്സ് ഇറഗുലർ ആയിരിക്കാം, പീരിയഡ്സ് വൈകിട്ട് വരാം, അല്ലെങ്കിൽ ആർത്തവ വിരാമം അടുത്ത സ്ത്രീകളിലും ഇതുപോലെ ആർത്തവം വൈകുന്നതിന് കാരണമാകാൻ ചില ഇറഗുലാരിറ്റീസ് വരാം. എപ്പോഴാണ് ഡോക്ടറെ കാണിക്കേണ്ടത്?
3 മാസം നിങ്ങൾക്ക് പീരിയഡ്സ് വൈകിട്ടാണ് വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പീരിയഡ്സിൻ്റെ സമയത്ത് സഹിക്ക വയ്യാതെയുള്ള വേദനകൾ വരിക, അതുപോലെ അമിതമായ വളർച്ച, മുഖക്കുരു പോലെയുള്ള ബുദ്ധിമുട്ടുകൾ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറെ കാണിക്കേണ്ടതാണ്. പീരിയഡ്സ് ലേറ്റ് ആവാതിരിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ആദ്യം തന്നെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ കുറച്ച് മാറ്റങ്ങളാണ് വരുത്തേണ്ടത്. കൃത്യസമയത്ത് ഉറങ്ങുക, സ്ട്രെസ്സ് മാനേജ് ചെയ്യുക. സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ യോഗ അല്ലെങ്കിൽ ജെൻറ്റിലായിട്ടുള്ള എക്സസൈസുകൾ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഹോബി അതിനു വേണ്ടി സമയം കണ്ടെത്താം. ഗാർഡനിങ് ആവാം, അല്ലെങ്കിൽ ജേർണലിങ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ മൈൻഡ് റിലാക്സ് ആക്കുക. സ്ട്രെസ് ഒഴിവാക്കുക എന്നുള്ളത് ഒരു പ്രോപ്പർ ഹോർമോണൽ പ്രൊഡക്ഷന് അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ്. അതുപോലെ ജങ്ക് ഫുഡ്സ് കാര്യങ്ങൾ ഒഴിവാക്കുക. ഇതുപോലെയുള്ള ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ കൃത്യമായി ഒരു ഡോക്ടറെ കാണിച്ച് അതിനുള്ള മറ്റ് പല കോഴ്സുകളും ഇല്ലാന്ന് ഉറപ്പുവരുത്തുക. ഇതോടൊപ്പം തന്നെ നിങ്ങൾ തുടക്കത്തിൽ തന്നെ ഒരു ഡോക്ടറെ കാണിക്കുക. പീരിയഡ്സ് ലേറ്റ് ആവുന്ന കാര്യം ഒരിക്കലും അവഗണിക്കരുത്. തുടക്കത്തിൽ തന്നെ ഒരു ഡോക്ടറെ കാണിക്കുകയും അതിനുള്ള കാരണം എന്താണ് കൃത്യമായി ഇവാലുവേറ്റ് ചെയ്യുകയും അത് മനസ്സിലാക്കുക, അതിന് വേണ്ടി ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യുക. ഹോമിയോപ്പതിയിൽ വളരെ സുരക്ഷിതമായി ലളിതമായുള്ള പാർശ്വഫലങ്ങളില്ലാത്ത ട്രീറ്റ്മെൻറ്റ് ലഭ്യമാണ്. പലപ്പോഴും ഒ പിയിൽ വന്ന് പേഷ്യൻസ് ചോദിക്കുന്ന കാര്യമാണ്, ഞങ്ങൾക്ക് വീട്ടിൽ എന്തൊക്കെ ചെയ്യാം, ഈ പീരിയഡ്സ് റെഗുലർ ആക്കാൻ വീട്ടിൽ എന്തൊക്കെ ചെയ്യാമെന്ന്. പക്ഷേ പീരിയഡ്സ് റെഗുലർ ആക്കാൻ ഒരിക്കലും ഒരു മാജിക് ഡ്രിങ്ക്സോ ഫുഡ്സോ ഇല്ല. എന്തെങ്കിലും ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക. അപ്പോൾ അയൺ പോലെയുള്ള ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഉള്ളവരാണെങ്കിൽ അവർക്ക് ഫുഡിൽ എള്ള്, അതുപോലെ രാഗി, അതുപോലെയുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താവുന്നതാണ്. അതുപോലെ പപ്പായ കഴിച്ചാൽ പീരിയഡ്സ് ആവുമോ, അങ്ങനെ ഒരു പരിധി വരെ അതുപോലെയുള്ള കാര്യങ്ങളല്ലാതെ നിങ്ങളെ ലൈഫ് സ്റ്റൈലിലുള്ള മാറ്റങ്ങളാണ്. ടാബ്ലറ്റ് അല്ല, ഹാബിറ്റ് തന്നെയാണ് ഈ ഒരു കാര്യങ്ങളിൽ മാറ്റേണ്ടത്. നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ കൃത്യമായിട്ടുള്ള ഉറക്കം, അതൊരു 6 to 8 മണിക്കൂറിനുള്ളിൽ കൃത്യമായിട്ട് കാമായിട്ട് ഉറങ്ങുക എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രോപ്പറായിട്ടുള്ള എക്സസൈസ് ചെയ്യുക. നിങ്ങളുടെ ശരീരം മൂവ് ചെയ്യുക, എന്നിട്ട് ആർത്തവ ചക്രം ബാലൻസ് ചെയ്യുക. യോഗ അല്ലെങ്കിൽ എക്സസൈസ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുക. അടുത്തെന്ന് പറയുന്നത് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. പ്രോട്ടീന്, വൈറ്റമിൻസ് എല്ലാം ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. പിന്നെ ചിലരിൽ ഉറക്കക്കുറവ് കാരണം അവരുടെ ജോലിയിലുള്ള സ്ട്രെസ്സ് അല്ലെങ്കിൽ അവരുടെ ജോലിയിലുള്ള ഷിഫ്റ്റ് കാരണം നൈറ്റ് ഷിഫ്റ്റ് എടുക്കേണ്ട സ്വഭാവമുള്ള ജോലികളുണ്ടാവും. ആ സമയത്ത് അവരുടെ ബയോളജിക്കൽ ക്ലോക്ക് തെറ്റുകയും ഇതുപോലുള്ള ഹോർമോൺ പ്രൊഡക്ഷന് അത് ബാധിക്കുകയും ചെയ്യാം. അങ്ങനെയും പീരിയഡ്സ് ഇറഗുലാരിറ്റീസ് വരാം. അപ്പോൾ അതെല്ലാം കറക്റ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള ഹോർമോൺ ബാലൻസ് കാരണം നമുക്ക് പീരിയഡ്സ് കറക്റ്റ് ചെയ്യാവുന്നതാണ്. അല്ലാതെ ഒരു മാജിക് ഡ്രിങ്ക്സോ അല്ലെങ്കിൽ മാജിക് ഫുഡ്സോ ഒന്നും പീരിയഡ്സ് റെഗുലർ ആക്കാനില്ല. നിങ്ങളുടെ ഹാബിറ്റ് തന്നെയാണ്, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ് പ്രധാനം. ഇതൊക്കെയാണ് ആർത്തവം വൈകുന്നതിനുള്ള കാരണങ്ങളും അതെങ്ങനെയൊക്കെ മാനേജ് ചെയ്യാം എന്നുള്ളതും. ഇനി ഇത്രയും ലൈഫ് സ്റ്റൈൽ കാര്യങ്ങളും ഇതൊന്നും മോഡിഫൈ ചെയ്തിട്ടും നിങ്ങൾക്ക് ആർത്തവം ലേറ്റ് ആവുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും ഒരു ഡോക്ടറെ കണ്ട് നിങ്ങൾ എന്താണ് നിങ്ങളുടെ പ്രോബ്ലം എന്ന് ക്ലാരിഫൈ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ക്ലിനിക്കിൽ ഡയറക്റ്റ് വന്ന് ഡോക്ടറെ കാണുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഓൺലൈൻ കൺസൾട്ടേഷനോ തീർച്ചയായും താഴെയുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നെക്സ്റ്റ് ഒരു നല്ല ടോപ്പിക്കുമായിട്ട് തീർച്ചയായും ഞാൻ നിങ്ങൾ മുമ്പിൽ വരുന്നതാണ്. അതുവരേക്കും താങ്ക് യു.